ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. അതപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ലാലേട്ടൻ നായകനെത്തിയ എമ്പുരാൻ, അതോടൊപ്പം തന്നെ വീരധീര സൂര്യൻ, മാർട്ട് സ്ക്വയർ തുടങ്ങി സിക്കന്ദർ തുടങ്ങി ഏറ്റവും പുതിയ സിനിമകളുടെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയും തിയേറ്ററുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വമ്പൻ ചലനങ്ങൾ തന്നെ ഓരോ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ വിക്രം നായകനെത്തിയ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം വമ്പൻ കളക്ഷൻ തന്നെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാം ശനിയാഴ്ചയിട്ടുള്ള ഇന്നലെ ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രം 2,92,00,000 രൂപ സ്വന്തമാക്കിയപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇന്നലെ മാത്രം ചിത്രം ഏകദേശം 3.5 കോടി രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന് ഇതിനോടൊപ്പം 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 50 കോടി പിന്നിട്ടതായിട്ട് ഒഫീഷ്യലായിട്ട് അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 38 കോടി രൂപയോളം പിന്നിട്ട ചിത്രം ഓവർസീസിൽ നിന്നായിട്ട് 12 കോടി രൂപയോളം സ്വന്തമാക്കി. എന്തൊക്കെയാണ് ചിത്രം രണ്ടാം ഭാഗത്തിൽ മികച്ച മുന്നേറ്റം തന്നെ സ്വന്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ സൽമാൻ ഖാൻ നായകനെത്തിയ സിക്കന്ദർ എന്ന് പറയുന്ന ഹിന്ദി ചിത്രമാണ്. വൻ വിജയമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിച്ച ചിത്രം. എന്നാൽ ബോക്സ് ഓഫീസിൽ തണുപ്പൽ പ്രതികരണങ്ങൾ തന്നെയാണ് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. സൽമാൻ ഖാൻ, രശ്മിക മന്ദാന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി AR മുരുകദോസ് ആയിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ചിത്രം കഴിഞ്ഞ ഞായറാഴ്ച ഈദ് സ്പെഷ്യൽ ആയിട്ടായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. 7ാം ദിനമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിന് ഏകദേശം 4 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് ചിത്രം 5 കോടി പിന്നിട്ടിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 161 കോടി 50 ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രം 116 കോടി 15 ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നിന്നായിട്ടാണ് ബാക്കി 45 കോടി 35 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് രണ്ടാം ഭാഗത്തോട്ട് കടന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ടാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മലയാളത്തിൽ നിന്നുള്ള ചിത്രമായിരുന്നു ലാലേട്ടൻ നായകനെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. മലയാള സിനിമാ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗംഭീര വിജയം സ്വന്തമാക്കി ചിത്രം രണ്ടാം ആഴ്ചയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ചിത്രം മാറുകയും ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ നായകനെത്തി പൃഥ്വിരാജ് ആയിരുന്നു ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. 10ാം ദിനമായിട്ടുള്ള ഇന്നലെ മാത്രം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം 2 കോടി 85 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇന്നലെ മാത്രം 3.5 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം 247 കോടി 50 ലക്ഷം രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് സ്വന്തമാക്കി പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ചിത്രം 110 കോടി 50 ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ 137 കോടി രൂപയോളം ചിത്രം ഓവർസീസിൽ നിന്നാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയുള്ള രണ്ടാം ആഴ്ചയിൽ ചിത്രം വളരെ മികച്ച മുന്നേറ്റം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തെലുങ്കിൽ നിന്ന് തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രവും നിതിൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ റോബിൻ ഹുഡ് എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 9ാം ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രം ചിത്രത്തിന് ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം 50 ലക്ഷത്തിനടുത്തുള്ള തുകയാണ്. ചിത്രം ഇതിനോടൊപ്പം തന്നെ ആദ്യ 9 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 12.5 കോടി രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു തെലുങ്ക് ചിത്രം മാർട്ട് സ്ക്വയർ എന്ന് പറയുന്ന സിനിമ. ചിത്രം വലിയൊരു മുന്നേറ്റം തന്നെ രണ്ടാം ആഴ്ചയിൽ സ്വന്തമാക്കുന്നുണ്ട്. എന്നൊക്കെ തെലുങ്കിന് മറ്റൊരു ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രം. നരേൻ നിതിൻ, രാം നിതിൻ, മുരളീധർ ഗൌഡ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി കല്യാൺ ശങ്കറാണ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു മാർട്ട് സ്ക്വയർ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് 9ാം ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 3 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 9 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 61 കോടി 50 ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ചിത്രം 50 കോടി രൂപയോളം പിന്നിട്ട ചിത്രം ഓവർസീസിനായിട്ട് 12 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം തെലുങ്കിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രങ്ങളിൽ വൻ വിജയമായിട്ട് മാറിയിരിക്കുന്ന ലാലേട്ടൻ നായകനെത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന മലയാള സിനിമയാണ്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചിത്രത്തിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകളോട് 1 മണിക്കൂർ ലഭ്യം വന്നതായിരിക്കും. അതും കൂടെ നമ്മൾ 1 മണിക്കൂർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ. അപ്പോൾ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.